പ്രിയ ഇൻവെസ്റ്റേഴ്സ്, ഷെയർ മാർക്കറ്റിൽ വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിനെ ഒന്ന് നന്നായി അറിയാൻ, അതുപോലെ തന്നെ ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെക്കുലേഷൻ എന്ന് പറയും, ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയും, ഇന്ന് മേടിച്ച് ഇന്ന് വിൽക്കുക എന്ന് പറയും. അതൊക്കെയാണ് ഈ സ്പെക്കുലേഷൻ എന്നുകൊണ്ട് പറയുന്നത്. അതുപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സ്, ശരിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസ്, ഇതിന് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ കുറച്ച് ബ്രോക്കേഴ്സിനെ ചുമതലപ്പെടുത്തിയിട്ട് അതിൻ്റെ അണ്ടറിൽ കുറേ ഓതറൈസ്ഡ് പേഴ്സൺ, മുൻപ് സബ് ബ്രോക്കറായിരുന്നു, ആ സബ് ബ്രോക്കർ ഇപ്പോൾ ഇല്ല, ഇപ്പോൾ ഓതറൈസ്ഡ് പേഴ്സൺ നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഇപ്പോൾ ഈ എൻ്റെ വീഡിയോയിൽ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെ ഒന്നിലേക്ക് ഇൻവോൾവ് ആവുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അതാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ട് അപ്പോൾ ഞാൻ മുൻപ് പറഞ്ഞ പോലെ സ്റ്റോക്ക് ഷെയറിനോട് ബന്ധപ്പെട്ട് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻട്രാഡേ ട്രേഡിംഗ്, അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടുകളും ഷെയറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു സെഗ്മെൻറ്റുകളിലേക്ക് നമ്മൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ തിരിക്കുമ്പോൾ ഇതിൽ കുറച്ച് റൂളുകൾ പാലിക്കണം. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ കുറേ റൂളുകൾ ഇപ്പോൾ പുതിയത് നടപ്പിലാക്കിയിട്ടുണ്ട്. അതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ വീഡിയോ ലൈക്ക്, അതുപോലെ തന്നെ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഈ അപ്ഡേഷനുകൾ നമ്മുടെ മറ്റേ പേപ്പറിലോ ന്യൂസ് പേപ്പറിലോ, അതുപോലെ തന്നെ ചിലവർ അക്കൗണ്ട്, ഡിമാറ്റ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ടൊക്കെ പല ബ്രോക്കർമാരുടെ അണ്ടറിൽ ഉണ്ടായിരിക്കും. പക്ഷേ അവർ പറയണമെന്നില്ല. നമുക്ക് ജസ്റ്റ് ഇപ്പം എല്ലാം വിരലിൻ്റെ കൈ വെള്ളയിലുള്ളതുപോലെ, മൊബൈലിലുള്ളതുപോലെ നമുക്കിതുപോലുള്ള വീഡിയോകൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരൊറ്റ വീഡിയോയിൽ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവും ചെയ്യും. അല്ലെങ്കിൽ നമ്മളിത് ഓരോരുത്തർ ചോദിച്ചറിയണം. അതിന് ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും നിങ്ങളുടെ ബന്ധുക്കളിലേക്കൊക്കെ ഷെയർ ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ ഒന്നാമത് പറയുകയാണെങ്കിൽ, ഇപ്പോൾ പുതിയ റൂള് 2023 അവസാന മാസങ്ങളിൽ പുതിയൊരു നിയമം കൊണ്ടുവന്നത്, മെയിനായിട്ട് ഈ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് KYC നിർബന്ധമാണ്. അപ്പോൾ കുറേ പേർക്ക് ഈ KYC ഇന്നലെയും കൂടി എന്നോട് ഒരാൾ ഈ KYC എന്താണെന്ന് ചോദിച്ചൊരു വ്യക്തിയുണ്ട്. ഈ കക്ഷിക്ക് ഷെയറിൽ ഒരു എൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ ഒരു 8 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. എന്ത് ഈ KYC അപ്ഡേറ്റ് ചെയ്യുക? അപ്പോൾ ആൾക്ക് മെയിലിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ചിന്തിക്കേണ്ടത്, നിങ്ങൾ കൊടുക്കുന്ന മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ നിങ്ങളുടെ മെയിൽ, ഇതൊരു ഫോർമാലിറ്റിക്ക് കൊടുക്കാതെ, ഇപ്പോൾ മൊബൈൽ നമ്പറും മെയിലിന് ഭയങ്കര ഇമ്പോർട്ടൻസാണ്. അതുപോലെ തന്നെ നമ്മുടെ ഓരോ ഡോക്യുമെൻറ്റുകളിലും നമ്മുടെ പേരുകൾക്ക് വളരെ ഇമ്പോർട്ടൻസാണ്. പാൻ കാർഡിലുള്ള പേരെന്നെ വേണം ആധാറിലുള്ള പേരാവണം ബാങ്കിൽ. മിനിമം ഈ 3 എണ്ണമെങ്കിലും മാച്ച് ആവണം. അല്ലാതെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമ്മളെ പേരിങ്ങനെ മാറ്റി കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഇത് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ ഒരു ഓതറൈസ്ഡ് പേഴ്സണാണ്. ഞാൻ പിന്നെ ഡീറ്റെയിൽസ് ഇതിൽ പറയണില്ലെങ്കിലും ഞാനൊരു സർട്ടിഫൈഡ് ഓതറൈസ്ഡ് പേഴ്സണാണ്. അതുകൊണ്ടാണ് ഇത് പറയണത്. കുറേ പേര് വളരെ ബുദ്ധിമുട്ടി ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 10-15 കൊല്ലം മുമ്പ് അവർ ട്രേഡിംഗ് അക്കൗണ്ടും ഡിമാറ്റ് അക്കൗണ്ടും എടുത്തതിന് ശേഷം അന്ന് അവരുടെ പേര് ഒരു
എല്ലാ തറവാട്ടും പേരും അച്ഛൻ്റെ പേരും പിന്നെ അവൻ്റെ സ്വന്തം പേരും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് അവർ പേര് തന്നത്. പാൻ കാർഡിൽ അങ്ങനെയാണല്ലോ. കാലക്രമേണ ഒരു 10-15 കൊല്ലം കഴിഞ്ഞപ്പോൾ ആധാറിൽ തറവാട്ടും പേര് എന്തുകൊണ്ടോ തറവാട്ടും പേര് വേണ്ട, സ്വന്തം ഫാദേഴ്സ് നെയിമും എടുത്തു കളഞ്ഞു. വെറും അവരവരുടെ പേരും പിന്നെ അവരുടെ തറവാട്ടും പേര് ഫുള്ളുമില്ല, തറവാട്ടും പേരിൻ്റെ ആദ്യത്തക്ഷരം. അങ്ങനെയൊക്കെ ചെയ്തവർക്ക് ഇപ്പോൾ ദുഃഖിക്കേണ്ടി വരികയാണ്. ഞാൻ ഈ വീഡിയോ ഒരു 8 ലക്ഷം രൂപ ഹോൾഡിങ്സ് ഉള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഒരു കക്ഷിയുടെ ഒരു ദയനീയാവസ്ഥ കാരണം ഞാൻ ഈ വീഡിയോ ഇടേണ്ടി വന്നതാണ്. ഈ കക്ഷി എന്ന് പറയുന്നത് വളരെ എഡ്യൂക്കേറ്റഡ് ആയൊരു വ്യക്തിയാണ്. ആളുടെ ട്രേഡിംഗ് അക്കൗണ്ട് 15 കൊല്ലം മുമ്പ് ഇവിടെ തുടങ്ങിയതാണ്. അന്ന് കൊടുത്ത പേരിന്ന് ആളുടെ അച്ഛൻ്റെ പേരും തറവാട്ടും പേരും അങ്ങോട്ട് മാറ്റി വെറും ആളുടെ സ്വന്തം പേര് മാത്രമാക്കി. പിന്നെ തറവാട്ടും പേരിൻ്റെ ആദ്യത്തെ അക്ഷരം. ഇങ്ങനെ പാൻ കാർഡിലും ആധാറിലും ഡ്രൈവിംഗ് ലൈസൻസിലും ബാങ്കിലും ഒക്കെ മാറ്റി. ഇതൊന്നും ബ്രോക്കേഴ്സ് അറിയണില്ല. ഇപ്പോൾ 15 കൊല്ലത്തിന് ശേഷം ആളുടെ ഹോൾഡിങ്സ് വാല്യൂ അന്ന് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ 5 മടങ്ങ് വർദ്ധിച്ചിരിക്കുകയാണ്. 8 ലക്ഷം ഇൻവെസ്റ്റ് ചെയ്ത് 40-45 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ള ആൾ ഇപ്പോൾ വന്നിട്ടിപ്പോൾ ആൾക്ക് അത് സെല്ല് ചെയ്യാൻ പറ്റണില്ല. ഇങ്ങനൊരവസ്ഥ വരാതിരിക്കാനാണ് ഞാൻ ഈ വീഡിയോ പ്രത്യേകിച്ച് ഇടേണ്ടി വന്നത്. വളരെ എഡ്യൂക്കേറ്റഡ്. ഇപ്പോൾ ആൾ റിട്ടയർ ചെയ്തു. ഒരു സർവീസിലായിരുന്നു ആൾ. ആ സർവീസ് ചെയ്തിരുന്ന സ്ഥലത്ത് നിന്ന് റിട്ടയർ ചെയ്ത് വന്ന് നോക്കിയപ്പോൾ ആളുടെ പേരൊക്കെ മാറ്റി, അച്ഛൻ്റെ പേരും വേണ്ട, തറവാട്ടും പേരിൻ്റെ ആദ്യത്തെ അക്ഷരമാക്കി, ഷോർട്ടാക്കിയാണ് പേര്. ഇവിടെ നോക്കിയപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ആളുടെ അച്ഛൻ്റെ പേര് തറവാട്ടും പേരും ആളുടെ പേരും അതാണ് പേരാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അന്ന് എല്ലാത്തിലും അങ്ങനെ തന്നെയായിരുന്നു. അതാണ് ഈ KYC അപ്ഡേറ്റ് ചെയ്യാന്ന് പറയുന്നത്. ഇപ്പോൾ ഒരുവിധം ആൾക്കാർക്ക് ഈ മെയിലിലൊക്കെ മെസ്സേജ് വന്ന് കിടക്കുന്നുണ്ട്. മെയിലിൽ 2023 സെപ്റ്റംബറിൽ ഫസ്റ്റിൽ KYC ഒബ്ജക്ഷൻ ഉള്ളവരൊക്കെ മെയിൽ ആദ്യം എക്സ്ചേഞ്ചിൽ നിന്നും അവരുടെ ബ്രോക്കറുടെ അവിടെ നിന്നും മെയിൽ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവർക്ക് റിമൈൻഡറായിട്ട് ഡിസംബറിൽ അയച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞത് അവസാനത്തെ വാണിംഗ് പോലെ കൊടുത്തു, നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിങ് ചെയ്യാൻ പറ്റില്ല, സ്റ്റോക്ക് അത് ഞങ്ങൾ ഇതാക്കും, നിങ്ങൾക്ക് ട്രേഡിങ് ചെയ്യാൻ പറ്റില്ല, സെയിൽ ചെയ്യാൻ പറ്റില്ല എന്ന് നിങ്ങളത് KYC അപ്ഡേറ്റ് ചെയ്യണോ അന്നായിരിക്കും നിങ്ങളുടെ സ്റ്റോക്ക് റിലീസ് ചെയ്യുക. ഇതൊരു കേസ്. അടുത്ത കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷെയർ മേടിച്ചിട്ടു, ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതിൽ കാലക്രമേണം പറഞ്ഞ ചേഞ്ചുകൾ ഒന്നും ചെയ്തിട്ടില്ല. മൊബൈൽ നമ്പറില്ല, ഇമെയിൽ കറക്റ്റല്ല. അന്നൊക്കെ ഒരു ഫോർമാലിറ്റിക്ക് ഏതോ ഒരു മെയിൽ ID കൊടുത്തു, അതൊക്കെ ഇൻവാലിഡ്. മെയിൽ 3 പ്രാവശ്യം റിട്ടേൺ വന്നു കഴിഞ്ഞാൽ ആ അക്കൗണ്ട് ഡോർമൻ്റായി. പിന്നെ ആ അക്കൗണ്ട് ഡോർമൻ്റിൽ നിന്ന് അത് ആക്റ്റീവ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ പരിപാടികളൊക്കെ ചെയ്യണം. ആധാർ കാർഡ്, പാൻ കാർഡ് ബന്ധിപ്പിക്കണം. ആധാർ കാർഡ് ബന്ധിപ്പിക്കുമ്പോൾ ഒരേ പേരായിരിക്കണം. ബാങ്ക് പ്രൂഫ് കൊടുക്കണം. അങ്ങനെ അതുപോലെ തന്നെ 7 കൊല്ലമായിട്ട് ഡിവിഡൻഡ് റിസീവ് ചെയ്യാത്തവർ, 7 കൊല്ലമായിട്ട് ഒരു കമ്പനിയുടെ ഷെയർ മേടിച്ചിട്ടുണ്ട്, ആ കമ്പനിയുടെ ഡിവിഡൻറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ AVT നാച്ചുറൽ എന്ന് പറഞ്ഞൊരു കമ്പനിക്ക് എല്ലാ കൊല്ലവും ഡിവിഡൻറ്റ് ഉള്ളതാണ്. പക്ഷേ
7 കൊല്ലം മുമ്പ് മേടിച്ചിട്ടുള്ള വ്യക്തി ഈ ഡിവിഡൻഡ് റിസീവ് ചെയ്തിട്ടില്ല. അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ പോസ്റ്റ് ഓഫീസ് അന്ന് തെറ്റിക്കൊടുത്തു. ആൾ പോസ്റ്റ് ഓഫീസിൽ നിന്ന സ്ഥലത്തു നിന്ന് അഡ്രസ്സ് ചേഞ്ച് ചെയ്തു. അഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്രോക്കറെ അറിയിക്കണം. ബ്രോക്കറുടെ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യണം. ബ്രോക്കറുടെ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് രജിസ്ട്രാർ ആൻഡ് ട്രാൻസ്ഫർ ഏജൻറ്റിൻ്റെ സൈറ്റിലും ഈ അഡ്രസ്സ് ചേഞ്ച് ആവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ അഡ്രസ്സിലേക്ക് ചെക്കുകൾ പോയി തുടങ്ങി. അത് കഴിഞ്ഞ് ഒരു കാലഘട്ടം വന്നപ്പോൾ അത് നെഫ്റ്റ് അയക്കലായി, ബാങ്കിലേക്ക് ഡയറക്റ്റ് അയക്കുമ്പോൾ ഈ പറഞ്ഞതൊന്നും മാച്ചാവില്ല. അങ്ങനെ വളരെ ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ സെബി വളരെ റൂളുകൾ ശരിക്കുള്ള കറക്റ്റ് പേഴ്സൺ തന്നെയാണോ, വേറൊരാളുടെ അക്കൗണ്ടിൽ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാക്കി വെച്ചേക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ട്, ഡിമാറ്റ് അക്കൗണ്ടിൽ ആദ്യം പോയിട്ട് നോക്കേണ്ടത് ഇമെയിൽ ID കൊടുത്തിട്ടുള്ളത് കറക്റ്റാണോ, ആ മെയിൽ IDയിലേക്ക് എനിക്ക് മെയിലുകൾ വരുന്നുണ്ടോ, അതുപോലെ തന്നെ ഞാൻ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പർ കറക്റ്റാണോ. പിഴവ് ആർക്കും പറ്റും, ക്ലറിക്കൽ മിസ്റ്റേക്ക് ആർക്കും പറ്റാം. നമ്മൾ കൊടുത്തിട്ടുള്ള മൊബൈലിൽ ഒരു നമ്പർ തെറ്റിക്കഴിഞ്ഞാൽ 3ന് പകരം 8 എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആ മൊബൈലിൽ മെസ്സേജ് വരില്ല. അതുപോലെ തന്നെ മെയിൽ ID കറക്റ്റ് മെയിൽ. അപ്പോൾ അത് ബ്രോക്കറുടെ അവിടുന്ന് സ്റ്റേറ്റ്മെൻറ്റ് മേടിച്ച് കഴിഞ്ഞാൽ ഇതിൽ മൊബൈൽ നമ്പറും ഇമെയിലും നമ്മുടെ തന്നെയാണോ എന്നുള്ളത് കറക്റ്റാക്കാം. അതിലൊരു സ്പെല്ലിങ് തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മെയിൽ വരില്ല. മെയിൽ വരില്ലെങ്കിൽ പിന്നെ നമുക്ക് പ്രോപ്പർ അപ്ഡേഷൻ കിട്ടില്ല. ബ്രോക്കറുടെ അവിടുന്ന് മെയിലുകൾ അയക്കും. ആ മെയിലുകൾ അയച്ചിട്ട് അതിൽ കറക്റ്റ് കാര്യങ്ങൾ നമ്മൾ അറിയില്ല. നമുക്ക് പലതും ചെയ്യാണ്ടാവും, അപ്ഡേഷൻ ചെയ്യാണ്ടാവും. ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ വേറൊരു കേസ് കൂടി, ഒരു കക്ഷിയുടെ ഒക്കെ ഹോൾഡിങ്സ് ഉള്ളവരാണ്, ശ്രദ്ധിക്കുന്നില്ല. കുഴപ്പമില്ല, അങ്ങനെ അവിടെ ബ്രോക്കറുടെ അണ്ടറിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കക്ഷി നോക്കിയപ്പോൾ ആളുടെ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാണ്, ജനനവർഷം തെറ്റാണ്. അപ്പോൾ ഈ ജനനവർഷം തെറ്റാന്ന് എങ്ങനെ കണ്ടുപിടിച്ചത് വെച്ച് കഴിഞ്ഞാൽ ആൾ പാനിലും ആധാറിലും പല ഡേറ്റ് ഓഫ് ബർത്താണ് കൊടുത്തിട്ടുള്ളത്. മാച്ച് ആവണില്ല. ഇത് മാച്ച് ആവാണ്ടായപ്പോൾ ഈ ട്രേഡിംഗ് അക്കൗണ്ട് ബ്ലോക്കായി. നോക്കിയപ്പോൾ ശരിയാ, മെയ് 30 എന്നുള്ളതാണ് ആളുടെ കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത്. അതിലൊക്കെ കൊടുത്തിട്ടുള്ളത് മെയ് 31. അപ്പോൾ നിങ്ങളുടെ ആധാറിൻ്റെ സൈറ്റും പാനിൻ്റെ സൈറ്റായിട്ട് മാച്ച് ആവണില്ല. പേര് കറക്റ്റായിരിക്കും, അഡ്രസ്സും കറക്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ മെയിൽ IDയിലേക്ക് മെയിലുകൾ വന്ന് കിടക്കുന്നുണ്ട്. 2023 വന്ന് കിടക്കുന്നുണ്ട്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇൻകം ടാക്സ് സൈറ്റിൽ വെച്ച് നോക്കുമ്പോൾ അത് മാച്ച് ആവണില്ല. അപ്പം ഇതുപോലെ കുറേ കാര്യങ്ങൾ ഷെയറിലേക്ക് ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു, ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു, മാക്സിമം ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഒരു സിപ്പ് ചേർന്നു, പോരാ. ഇത് പ്രോപ്പർ അവിടുന്ന് വരുന്ന മെസ്സേജുകൾ തുറന്ന് നോക്കണം, എന്താണ് എഴുതിയുള്ളത്, എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യാനുണ്ടോ, ഇതൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇതിപ്പോൾ ഒന്നുമല്ല, ഇതിന്ന് വിട്ടിട്ട് വേറെ പല കാര്യങ്ങളും ഷെയർ മാർക്കറ്റിനോട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ തൽക്കാലം KYCയുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇത് ലൈക്ക് ചെയ്യുകയാണെങ്കിൽ, എൻ്റെ ഈ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്ത് ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ അപ്ഡേഷൻ, കറക്റ്റ് സെബിയുടെ അപ്ഡേഷനായിരിക്കും. ഇതിൽ വേറെ തെറ്റായ ഇൻഫർമേഷനുകളൊന്നും തന്നെ ഇതിൽ വരില്ല.
നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യ ഘട്ടത്തിൽ നിങ്ങൾ സെയിൽ ചെയ്യാൻ ചെല്ലുമ്പോൾ നിങ്ങൾക്കത് വിൽക്കാൻ പറ്റില്ല. പല കേസുകളും കൂടി ഉണ്ട്. പൈസയ്ക്ക് ബുദ്ധിമുട്ടായിട്ട് അത് വിൽക്കാൻ നോക്കുമ്പോൾ അത് ഡോർമെൻ്റ് അതിൻ്റെ അക്കൗണ്ട് ഡോർമെൻ്റ് ആകുമ്പോഴാണ് നമ്മൾ എന്താ ഡോർമെൻ്റായി. അപ്പോൾ പിന്നെ പഴി ചാരാൻ പറ്റിയത് ബ്രോക്കറെയാണ്. ഇപ്പോൾ അടുത്ത് സംസാരിച്ചതാണ്, നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തില്ല. ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടല്ല, നിങ്ങൾ തെറ്റായ വിവരങ്ങൾ കൊടുത്തിട്ടാണ്. മനസ്സിലായോ? അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന AMCകളായാലും ഷെയറുകൾ മേടിച്ചിരുന്നതായാലും അതൊക്കെ പിന്നെ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഓക്കെ, നല്ലൊരു ശുഭദിനം നേരുന്നു. താങ്ക് യു.